ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം സ്റ്റീവ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിന് പിന്നാലെയാണ് സ്റ്റീവ് സ്മിത്തിന്റെ വിരമിക്കൽ തീരുമാനം. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം തുടരുകയും ചെയ്യും. വിനീത വേണു വിശദാംശങ്ങളുമായി. വിനീത, ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരും, അതേസമയം വിരമിക്കൽ പ്രഖ്യാപനം, അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണെന്ന പ്രഖ്യാപനം എപ്പോഴാണ് നടത്തിയിരിക്കുന്നത്? സ്റ്റീവ് സ്മിത്തിന്റെ ഇതുവരെയുള്ള പ്രകടനങ്ങളെ നമുക്കിപ്പോൾ എങ്ങനെ വിലയിരുത്താം? സ്മൃതി, ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ക്രിക്കറ്റർമാരിൽ ബാറ്റർമാരിൽ ഒരാളാണ് സ്റ്റീവ് സ്മിത്ത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായി തന്നെ നമ്മൾ സ്റ്റീവ് സ്മിത്തിനെ വിലയിരുത്തണം. ഇന്നലെയും ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ സ്റ്റീവ് സ്മിത്തിന്റെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാവുന്ന പോലെ ഇന്നലത്തെ സെമി ഫൈനൽ തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഏകദിന മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഏകദിന കരിയർ അവസാനിച്ചെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിലും 2020 ഫോർമാറ്റിലും തുടരുമെന്ന് തന്നെയാണ് സ്റ്റീവ് സ്മിത്ത് വ്യക്തമാക്കുന്നത്. 35 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. പക്ഷേ 2 തവണ ലോകകപ്പ് ജേതാക്കളായ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു. 2015-ലും 2023-ലും ലോകകപ്പ് നേടിയപ്പോൾ അതിൽ അംഗമായിരുന്നു അദ്ദേഹം. ഈ ഏകദിനത്തിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ എന്ന് നമുക്ക് സ്റ്റീവ് സ്മിത്തിനെ വിലയിരുത്തണം. 170 മത്സരങ്ങളിൽ നിന്നായി അദ്ദേഹം 12 സെഞ്ചുറികൾ ഉൾപ്പെടെ 5800 റൺസാണ് നേടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയുടെ ഏകദിന ക്രിക്കറ്റിൽ ഈ അടുത്തിടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർ തന്നെയായിരുന്നു സ്റ്റീവ് സ്മിത്ത്. യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയൻ ടീമിൽ വലിയൊരു ശൂന്യത തന്നെയായിരിക്കും സ്റ്റീവ് സ്മിത്തിൻ്റെ ഈ വിരമിക്കലെന്ന് ഉറപ്പാണ്. പക്ഷേ നേരത്തെ നമുക്കറിയാം, വിവാദങ്ങളിലൊക്കെ പെട്ടുപോയ ആളാണ് സ്റ്റീവ് സ്മിത്ത്. അദ്ദേഹം അതിൽ പന്തിൽ കൃത്രിമം കാട്ടിയെന്നൊക്കെ ഉള്ള ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നായകസ്ഥാനം നഷ്ടമായിട്ടുള്ളതാണ്. അന്ന് നമുക്കറിയാം ഡേവിഡ് വാർണറിന് ഉപനായക സ്ഥാനവും സ്റ്റീവ് സ്മിത്തിന് നായകസ്ഥാനവും ഒക്കെ നഷ്ടമായതാണ്. എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്ന സ്റ്റീവ് സ്മിത്ത് പിന്നീടും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏകദിന ക്രിക്കറ്റിലെ വെടിക്കെട്ട് ബാറ്റിംഗ് ഇനിയും മിസ് ചെയ്യുമെന്ന് ഉറപ്പാണ്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലും 2020 ഫോർമാറ്റിലും അദ്ദേഹം തുടരും എന്നതേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലെ തോൽവിക്ക് പിന്നാലെയാണ് ഈ തീരുമാനം എന്നതും ശ്രദ്ധേയമാണ്.